എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ചെല്ല് നീ. മനസ്സിലാക്കിയാ മതി. വിടോ ശൃംഗരിക്കാതെ പെണ്ണുമ്പോളെ. സോറി മമ്മിച്ചേ, സോറി പപ്പിച്ചേ, ആക്സിഡന്റ്. ഡേ താഴെപ്പോ. രണ്ടെണ്ണത്തിനെയും കൂടെ എൻ്റെ വീട്ടിൽ എന്തായാലും ഹോളിവുഡ് സീരീസിനെ അടിക്കത്തില്ല. അവൻ്റെ ഒരു മമ്മിച്ചിയും പപ്പിച്ചി എൻ്റെ ക്ലച്ച് ഞാൻ ചവിട്ടി ഓടിക്കും. നായേ. പ്രഭചേട്ടന്റെ ഒരു കാര്യം. എന്റെ പൊന്നു മമ്മിച്ചി. എന്നെ മമ്മിച്ചിന്ന് വിളിക്കണ്ട, മധുന്ന് വിളിച്ചാ മതി. ഒന്നല്ലെങ്കിൽ എന്നെക്കാൾ 10 വയസ്സിന് മൂത്തല്ലേ എന്റെ മധു. അയ്യോ, ഞാനൊരു കൂട്ടം തരട്ടെ? ഒരു കൂട്ടം ഇഷ്ടംപോലെ കൂട്ടം തരൂ. ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞേ. നല്ല രസ്യ സാധനം. എന്താ ഇത്? വെള്ളം. ഓ എന്റെ മധു, ഒടുക്കത്തെ കൈപ്പുണ്ട്. വെള്ളത്തിന് വരെ എന്നാ രുചിയാ. ഞാനും പോ. അത് പേരേലിട്ടതാ. മധു, ഞാൻ പോലും അങ്ങനെ വിളിച്ചിട്ടില്ല. നല്ല ചേട്ടി. അയ്യോ എനിക്ക് വയ്യ. എന്ന് പറഞ്ഞാ എങ്ങനാ? ഇവിടെ വെച്ചിരിക്കുന്ന ആഹാരം മൊത്തം ആര് കഴിക്കാനാ? എന്നും നീ പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ പറ്റത്തില്ല. അയ്യോ, നീ അകത്തുനിന്ന് കഴിച്ചോ, ഞാനും ബാക്കിയുള്ളവരും പുറത്തുനിന്ന് കഴിച്ചോളാം. ഇവിടെ ആര് പുറത്തുനിന്ന് കഴിക്കാനാ? നിനക്ക് മാത്രമേ ഉള്ളൂ അകത്തുനിന്ന് വേണ്ടത്, ബാക്കി എല്ലാവർക്കും പുറത്തുനിന്ന് മതി. അതറിയാവോ നിനക്ക്? നീ ഓർഡർ ചെയ്യ്. മധു എന്തു പറ്റി? കണ്ടോ പ്രഭചേട്ടാ, ഞാൻ ഇവിടെ എന്തുമാത്രം ആഹാരം ഉണ്ടാക്കി വെച്ചേക്കുന്നത്. അത് ഇവർക്ക് എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ടല്ലേ. ഇപ്പൊ ഇവർക്ക് പുറത്തുനിന്ന് ഓർഡർ ചെയ്ത് കഴിക്കണമെന്ന്. എനിക്കെന്തായാലും മധു ഉണ്ടാക്കിയ ആഹാരം മതി. നിനക്കോ? എനിക്ക് ഇവിടുന്ന് മതി. കേട്ടല്ലോ, എല്ലാവർക്കും ഇവിടുത്തെ ആഹാരം മതി. എനിക്ക് പുറത്തുനിന്ന് വേണ്ട, ഇവിടുന്ന് മതി. മധു ആഹാരം വിളവ് വാടാ. പിന്നെ ഇത്തരം സിറ്റുവേഷൻസിൽ സ്ത്രീകൾ അഭിപ്രായമല്ല പറയേണ്ടത്, തീരുമാനങ്ങളാണ് എടുക്കേണ്ടത്. മനസ്സിലായോ? ഉറച്ച തീരുമാനം. വാ. ഹലോ. ഒഴിവു സമയങ്ങളിൽ പുസ്തകത്തോടാണല്ലേ പ്രണയം? എനിക്ക് പുസ്തക വായന ഭയങ്കര ഇഷ്ടമാണ്. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു പുസ്തകം തന്നെ വായിക്കൂ. അതിനിപ്പോൾ എന്താ? ഒരുപാട് സാഹിത്യങ്ങൾ നിറഞ്ഞൊരു പുസ്തകം. ഇതായാലോ? അപ്പൊ പിന്നെ ഇതെന്തുവാ? നമുക്ക് ഒരുമിച്ച് വായിക്കാം. 126-ാമത്തെ പേജ്. സേവകൻ മകനെ കൊന്നതും ഒരു ബ്രാഹ്മണനായിരുന്നു എന്ന് കേൾക്കുന്നു. പുരുഷമേധം ഒരു മടക്കയാത്ര. മടക്കയാത്രയല്ല, മുടക്കയാത്ര. ഓ, കണ്ടുപിടിക്കുന്നില്ല. അയ്യോ, മുടക്കയാത്രേ. ഞാൻ ചിരിച്ചു. ബ്രാഹ്മണൻ തന്നെ. കിഴക്കേക്കാട്ടിൽ ഋഷിപാഠങ്ങൾ മുഴുവൻ തകർത്ത് നടക്കുന്ന വിഠം ബനെ കൊന്നത്. ഹിഡിംബനെ കൊന്നത് ബ്രാഹ്മണ വേഷം കിട്ടുന്നതിന് മുമ്പ് ഒരു വഴിപോക്കൻ ചിരിച്ചുകൊണ്ട് ദൃഷ്ടിദ്യുമ്നൻ എന്നെ വന്ദിച്ച് ആശ്ലേഷിച്ചു. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയൂ? ധൃതരാഷ്ട്ര പല്ലുപോയി. പ്രക്ഷാഭികളെ പറ്റി ചേട്ടാ, ഉപ്പ് തീർന്നു പോയായിരുന്നു കേട്ടോ. ഇനി ഉപ്പില്ല, വാങ്ങിക്കണം. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റത്തില്ല. പറ്റത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല, വാങ്ങിക്കണം. കാരണം നാളത്തേക്കില്ല. നീ ഇനി എത്ര കിടന്ന് ചലിച്ചാലും എന്നെ കൊണ്ട് പറ്റത്തില്ല, മനസ്സിലായല്ലോ? അതെ, ഒരു കുടുംബത്തിൻ്റെ ആണിക്കല്ലെന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാണ്. അവർ പറയും നമ്മളത് ചെയ്തു കൊടുക്കണം. അടുക്കള ഭരിക്കുന്ന സ്ത്രീയല്ലേ.
എന്താ മേടിച്ചു കൊടുത്താല്? ഞാൻ തീരുമാനിച്ചോളാം. എനിക്ക് തോന്നുമ്പോഴേ മേടിക്കാൻ പറ്റൂ. എന്ന് തോന്നുമ്പോ പറഞ്ഞാ മതി. അതുവരെ കറി അടപ്പേ കിടന്ന് തിളക്കട്ടെ. ഡാഡി, എനിക്കൊരു ബൈക്ക് വേണം, അതും ഡ്യൂക്ക്. കൂക്കോ? അല്ല, ഡ്യൂക്ക്. ആ, ഒരു കാര്യം ചെയ്യ്, അതിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് തിരക്കി അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന് എടുത്തോ. ഡാഡി, എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ വേണം. മോക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതാന്ന് പറ, ഡാഡി മേടിച്ചു തരാം കേട്ടോ. നിനക്കിപ്പോൾ എന്തിനാ? നിനക്ക് സ്കൂട്ടർ ഇല്ലേ? അത് ഇടയ്ക്കിടയ്ക്ക് പഞ്ചർ ആവുക. എനിക്കൊരു പുതിയ സ്കൂട്ടർ വേണം. എന്തിനാ? ഞാൻ കൊണ്ടുവിടാം നിന്നെ കോളേജിൽ. അത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകണം. നിനക്ക് എന്തിനാ സ്വന്തമായിട്ട്? എന്തിനാ അതും കൂടി എടുത്തു വെക്കുന്ന? പറഞ്ഞ ഇവിടെ ഇല്ലയോ? എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഉണ്ട്. പിന്നെ എനിക്കും എൻ്റെ ഡ്യൂട്ടിക്കും പുറത്തു പോകാൻ സ്വന്തമായിട്ടൊരു സ്കൂട്ടർ വേണം. അതിൻ്റെ ആവശ്യമില്ല. എനിക്ക് ഡ്യൂക്ക് ഉണ്ട്, അതിൽ ഞാൻ കൊണ്ടുവിടും, അത് മതി. നിനക്ക് എന്തിനാണ് ഡ്യൂക്ക്? എല്ലാ ആണുങ്ങളുടെ ഒരു സ്വപ്നമാണ് ഡ്യൂക്ക്. ഡ്യൂക്കിന്റെ വില നിനക്ക് അറിഞ്ഞുകൂടാ. ആണുങ്ങളുടെ സ്വപ്നം എനിക്കറിയത്തില്ല. എനിക്കൊരു സ്കൂട്ടർ വേണം. എന്തുവാലും ഇവിടെ ഡ്യൂക്ക് മതി. അതിന്റെ ഇവിടെ ഡ്യൂക്ക് വേണ്ട. നിക്ക് ബ്രോ പറ, ഡ്യൂക്ക് വേണോ സ്കൂട്ടർ വേണോ? ഒരു കുടുംബത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീയാ. മധു പറയാം. എൻ്റെ അഭിപ്രായം പറയുവാണെങ്കിൽ മോന് നേരത്തെ തന്നെ ഒരു വണ്ടിയുണ്ട്, മോക്കും ഉണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും കൂടെ പോകാനാ വണ്ടിയില്ലാത്ത. അങ്ങനെയാണെങ്കിൽ ഒരു വലിയൊരു കാറ് വാങ്ങിച്ചാൽ നന്നായിരിക്കും. ഒരു SUV ആണെങ്കിൽ നന്നായിരിക്കും. അതെ, ഞാൻ അതിനോട് യോജിക്കുന്നു. ഞാൻ യോജിക്കുന്നു. മമ്മി പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. മമ്മി പറഞ്ഞ ശരി, കാറ് മതി. നിനക്ക് ബൈക്ക് വേണ്ടടാ? എന്തിനാ വെറുതെ? എടുത്തെങ്കിൽ മണ്ടത്തരമായി പോയനെ. നിനക്കോ? എനിക്ക് വേണ്ട, കാറ് മതി. അപ്പോൾ നമ്മുടെ അഭിപ്രായത്തിനൊന്നും വിലയില്ലല്ലോ. കുടുംബക്കാരെല്ലാം കൂടെ സംസാരിക്കും കേട്ടോ. അച്ഛൻ ഞാനാണ്. എനിക്കറിയാവുന്നൊരു SUV കടയുണ്ട്, നമുക്ക് അവിടെ നിന്ന് എടുക്കാം. K&K മനോഹരൻ. എന്തൊരു നാണക്കേടാ ഇതൊക്കെ. ഇത് കെട്ടുന്നതോ? കെട്ടുന്നതല്ല. നിന്റെ മോൾ ഒരുത്തനെ ഇവിടെ വിളിച്ചോണ്ട് വന്നില്ലായിരുന്നോ? ഇല്ല, നിങ്ങളെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞിട്ട് കൊണ്ടുവന്ന് നിങ്ങൾ പിടിച്ച് താമസിപ്പിച്ചു. ഞാൻ എൻ്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടയാ അമ്പലക്കുളത്തിൻ്റെ അവിടെ ഇരുന്ന് പെണ്ണുങ്ങൾ കുളിക്കുന്ന അവൻ ഒളിഞ്ഞു നോക്കുന്നു. അവൻ അവിടെ ഇരുന്ന് ഒളിഞ്ഞു നോക്കും. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. ഞാനിങ്ങ് പോന്നു. നമ്മുടെ വീട്ടിലെങ്ങനോ താമസിക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ നമുക്കാ നാണക്കേട്. ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയുവല്ല, ഒന്നാന്തരം പെണ്ണുപിടിയാണ്. അയാളിപ്പോൾ എവിടെ ഉണ്ട്? അയാൾ അവിടെ ഇരിപ്പുണ്ട്. അവിടെ തന്നെ ഇരിപ്പുണ്ടോ? അവിടെ തന്നെ ഇരിപ്പുണ്ട്. എൻ്റെ കൂടെ വന്ന് ഞാൻ കാണിച്ചു തരാം. ആണോ? ആ, ഇതെന്തോ പിടിച്ചേത്? ഒന്ന് പിടിച്ചേ. എനിക്ക് വയ്യ. ഒന്ന് പിടിച്ചേ. എനിക്ക് വയ്യ. എന്ത് ചെയ്തോട്ടെ? എനിക്കൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. 24 മണിക്കൂറും നീ എൻ്റെ പ്രബേഠം കഴിഞ്ഞ ഉള്ളിൻ്റെ പ്രബേഠൻ്റെ എന്ന് പറഞ്ഞ് നടക്കുന്ന ഷഷ്ടിപൂർത്തി കഴിഞ്ഞ് കുഴിയിലോട്ട് കാലം ഞെട്ടിരിക്കുന്നതിന് മനുമോൻ എന്ന് പറയുന്ന ഒരുത്തനുണ്ടല്ലോ ഇവിടെ. അവനോട് പറയണം, ഇങ്ങോട്ട് നോക്ക്, അവനോട് പറയണം രാത്രി എൻ്റെ വീട്ടിൽ 11:30-ക്ക് ശേഷം വരുന്ന മദ്യപിക്കാനോ പുകവലിക്കാനോ പാടില്ല. ഈ വീട്ടിൽ അത് അലൗഡല്ല. കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ കൂട്ടുകാരെ കൊണ്ട് നിങ്ങളിവിടെ വന്ന് മദ്യപിച്ചപ്പോൾ ഒന്നും പറയാനില്ലായിരുന്നോ? അത് വിട, ആ ടോപ്പിക്ക് വിടോ. പോവല്ലേ ഡാഡി, എൻ്റെ ഡ്യൂഡോ മദ്യപാനവും പുകവലിയും ഒന്നും ഇല്ല. പിന്നെ ഡാഡിയുടെ കള്ളക്കളി പൊളിഞ്ഞു കേട്ടോ. നിനക്ക് ഞാൻ പണി തരാടാ. വിധിയിലാകെ ചതികള ഇനി കളിച്ച് നടന്ന കൊതിച്ചത് വിജയം എനിക്കതുറച്ചത്.
എൻ്റെ ഭാര്യയും മക്കളും എന്ന് പറയുന്ന 3 പേര് ഇങ്ങോട്ടൊന്ന് വരണേ. പെട്ടെന്നൊന്ന് വന്നേ. എന്താ എൻ്റെ കഴുത്തേ കിടന്ന മാല കാണാനില്ല. അവിടെ എവിടെയെങ്കിലും കാണുമെന്ന്. കാണാൻ നോക്കാൻ ഞാൻ ഈ വീട് മൊത്തം നോക്കി. നീ എടുത്തോ മോളെ. നീ എടുത്തോളാ. നീ എടുത്തോടി. എനിക്ക് ഇങ്ങനെ മാല ഇട്ടിട്ട് എന്തെടുക്കാനാ? മോഷണം പോയി. എങ്ങും വീണ് കിടപ്പില്ല. ഞാൻ മിറ്റ ഉൾപ്പെടെ, അടുക്കള ഉൾപ്പെടെ, ബാത്റൂം ഉൾപ്പെടെ എല്ലായിടത്തും നോക്കി. എന്റെ മാല കാണാനില്ല. ഈ വീട്ടിൽ 4ാമതൊരാൾ എന്റെ മാല മോഷ്ടിച്ചിരിക്കുന്നു. ഈ വീട്ടിൽ നമ്മൾ 4 പേരല്ലേ ഉള്ളൂ. 5ാമതൊരാൾ മോഷ്ടിച്ചിരിക്കുന്നു. അതാര് മോഷ്ടിച്ചു എനിക്കിപ്പോൾ അറിയണം. കള്ളന്മാര് കയ്യോട് ഇവിടെ വന്ന് സത്യാവസ്ഥ പറയാമെങ്കിൽ മാത്രം ഇവിടെ നിന്നാ മതി. ആരായാലും നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. പോലീസിനെ വിളിക്കുന്നേ? പോലീസായി വരട്ടെ. ഒരു പട്ടിയുടെ ഇവിടെ ആവശ്യമില്ല. ആര് മാല എടുത്തു? ഹലോ, എന്താ പ്രശ്നം? എന്റെ മാല കാണാനില്ല. ഇതാണോ മാല? ഇതാണല്ലോ മാല. കള്ളൻ കയ്യോട് ഇവിടെ വന്നോ? പോലീസിനെ വിളിക്കുമെന്ന് കേട്ടപ്പം കള്ളൻ കയ്യോടെ വന്ന് കണ്ടോ? സാധനം പൊക്കിയത് കണ്ടോ? ഇവനെ ഇനി വീട്ടിൽ നിർത്തണോ വേണ്ടായോ? നീയൊക്കെ പറ. നിന്റെ വലിയ കൊമ്പത്തെ ആളല്ലോ നീ. നിർത്തണോ ഇനി ഇവിടെ? പറയടാ കള്ള, എങ്ങനെടാ മാല നിന്റെ പോക്കറ്റിൽ വന്നേ? ഈ മാല എങ്ങനെയാണ് എൻ്റെ കൈ വന്നതെന്ന് ഞാൻ പറയാം. എൻ്റെ മുറിയിൽ ഒരു ക്യാമറ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലെ വിഷ്വല് കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും. എനിക്ക് മനസ്സിലായി. എന്നാ മാല എങ്ങനെ കിട്ടിയെന്ന് ഞാൻ പറയട്ടെ. ഞാൻ പറയും. ഞാൻ വേളി തുണി വിരിക്കാൻ വന്നപ്പോൾ അവിടെ എവിടോ പൊട്ടി വീട് കിടന്നു. അതെടുത്ത് പോക്കറ്റിൽ ഇട്ടു. അങ്ങനെയല്ലേ മാല കിട്ടിയത്? അങ്ങനെങ്കിൽ അങ്ങനെ. നമ്മൾ വെറുതെ സംശയിച്ചു. അല്ല, ഞാനിവിടെ വന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ആരെയാ തെറ്റിദ്ധരിച്ചത്? നമ്മൾ തെറ്റിദ്ധരിച്ചില്ല, നിങ്ങൾ തെറ്റിദ്ധരിച്ചു. ഞാൻ നിങ്ങളുടെ പ്രകടനമൊക്കെ കണ്ടപ്പോൾ വിചാരിച്ചു നിങ്ങൾ തന്നെ മനഃപൂർവ്വം ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാല എടുത്ത് അയാളുടെ മുറി കൊണ്ട് ഒളിപ്പിച്ച് വെച്ചേക്കുമായിരുന്നു. അയ്യേ, ഞാൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഒരാളുടെ സത്യസന്ധമായ കാര്യം ഇവിടെ വെളിപ്പെട്ടോ? പെട്ടില്ലയോ? പെട്ടു. എല്ലാവരും പൊയ്ക്കോ. വെറുതെ ഒരു പുള്ളിക്കാരനെ ഞാൻ തെറ്റിദ്ധരിച്ചു. ഇന്നാ ഉലുവ വെള്ളമാണ്, ഗ്യാസ് മാറും. കുഴപ്പമില്ല. അയ്യോ, വെള്ളമായല്ലോ. പുള്ളിയോ? കുഴപ്പമില്ല. ഇല്ലില്ല. ചതിക്കുമായിരുന്നല്ലേടി?
ഇങ്ങോട്ട് വാടാ കള്ളം നാറി. നിക്കറൂര്യം ഇങ്ങോട്ട് വാടാ നായിന്റെ മോനെ. ഇങ്ങോട്ട് വാടാ. നിക്കറൂര്യം എന്റെ മക്കളുമാർ ഇങ്ങോട്ടൊന്ന് വരണേ. അമ്മയുടെ ലീലാവിലാസം കേക്കാൻ. എന്താടി ഞാൻ റൂമിലോട്ട് വന്നപ്പോ എന്തുവാടി എന്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടത്? നീ അവന്റെ നെഞ്ചത്ത് കൈ വെച്ചോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടത്. എന്ന് വെച്ച് നീ എന്തോ കാണിച്ചോണ്ടിരിക്കുന്നത്? അത് ഞാൻ കണ്ടോണ്ടിരിക്കുന്നത്. ഭർത്താവായ ഞാന് ചായ ഉടച്ച് അവന്റെ നെഞ്ചത്തെ പൂടെ കേട്ടോ ചായ ഉടയ്ക്കുന്നത്. എടാ അനാവശ്യം നിനക്ക് കാണിക്കാം. നിനക്ക് കാണിക്കാം ഇല്ലേ? അത് എന്റെ പെണ്ണുപിള്ളയായിട്ട് നീ എന്റെ മോളെ മറ്റവനായിട്ട് ഇവിടെ വന്നിട്ട് എന്റെ പെണ്ണുപിള്ളെ വളക്കാൻ നീ ശ്രമിക്കുന്നില്ലേ? എനിക്ക് പ്രാന്താടി, എനിക്ക് പ്രാന്ത്. ഇറങ്ങടാ, എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. ഇറങ്ങടാ, പോടാ. കളിക്കരുത്. പോടാ, അതിനേക്ക് പോടാ. നീ ശരിക്കും അടിച്ചോ? ഇല്ല, അടിച്ചില്ല. ഞാൻ വിളിച്ച് ഉമ്മ വെച്ചിട്ട് അമ്മിഞ്ഞപ്പാല് കൊടുത്ത് ഞാൻ അവന് ഇറങ്ങടി. എല്ലാത്തിനും ഞാൻ കൊല്ലും, കേട്ടല്ലോ? ഞാൻ പറഞ്ഞേക്കാം. ആഹാ, എന്താടാ പുള്ളിക്കാരൻ പോയോ? ഇല്ല, പോയില്ല. അവിടെ ഇരിപ്പുണ്ട്. എന്താ നിനക്ക് വേണോ? അങ്ങനെ നമുക്ക് ഇനി പുറത്തുനിന്ന് ഫുഡ് ഓർഡർ ചെയ്യാലോ. കേറി വെച്ച ഒരു പേര് വീട്ടിലേക്ക്. നല്ല മനുഷ്യനായിരുന്നു. നല്ല മനുഷ്യൻ. ഞാൻ കണ്ടുകൊണ്ട് വന്നതേ, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല ഇതൊന്നും. എന്താടേ ഒളിഞ്ഞു വന്നേ. ഞാൻ ചോദിക്കട്ടെ, ഈ തന്തയ്ക്ക് മുമ്പുണ്ടായതിനെ മാത്രമേ മോക്ക് കിട്ടിയിട്ടുള്ളോ? അതിന് താപ്പോട്ടുള്ളതിനൊന്നും പ്രണയിക്കാൻ കിട്ടിയില്ലയോ? കയറി കിട്ടി. വേണ്ടാന്ന് കുറച്ച് ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുവാ. അതേ, എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാ? അടുക്കളോടെ എല്ലാം വല്ല ഉണ്ടാക്കി കഴിക്കാൻ പോ. എനിക്കിനി ഒറ്റയ്ക്ക് കിടന്ന് വയ്യ. ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട, ഞാനിവിടെ സഹായിക്കാം. ഞാനിവിടെ സഹായിക്കാമെന്ന്. ഇങ്ങോട്ട് വന്നാട്ട്, ഇങ്ങോട്ട് വാ. ഹലോ, സോറി കേട്ടോ. അയ്യോ കുഴപ്പമില്ല മോളെ. ഇതൊക്കെ എനിക്ക് എന്തോരം കിട്ടുന്നതാ. എല്ലാവരും ഒരു നല്ല കാര്യത്തിലല്ലേ, അതിൻ്റെ കൂടെ ഫണ്ടിങ്ങിട്ട് തന്നാൽ മതി. അങ്കിള് ഓക്കെ അല്ലേ? ഞാൻ ഓക്കെയാ, ഒരു കുഴപ്പമില്ല, പേടിക്കാൻ വേണ്ട. അവിടെ എല്ലാം ഓക്കെയാണോ? ഇവിടെ ഏകദേശം ഓക്കെ ആണ്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. മമ്മി, ഡാഡിയുടെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല. അതുപോലെ തന്നെ അവൻ്റെയും പോക്ക്. അതിനിപ്പോൾ എന്തോ ചെയ്യാൻ പറ്റൂ? എൻ്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്, പക്ഷെ മമ്മി എൻ്റെ കൂടെ നിൽക്കണം. എന്ത് ഐഡിയ? ഞാനേ ഒരാളെ ഇറക്കാൻ തീരുമാനിച്ചു. ആരെ? അപ്പം മോളെ, ഇനി എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഈ അങ്കിളിനെ വിളിച്ചാൽ മതി. അങ്കിളിനെ വിളിച്ചാൽ അറിയാലോ.